അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ അത് നടത്തിയത്? അത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അത് മറ്റൊരു വിഷയത്തിലേക്കാണ് ആ വാക്കുകൾ കൊണ്ടെത്തിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം ഒരു ജനറൽ അനസ്തേഷ്യ നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസിൽ അങ്ങനെ ഒരു സബ് നഴ്സോ ഇല്ലാതെ തന്നെ ഇവിടെ അത് പ്രൊസീജിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അതൊരു കാലത്ത് സംഭവിക്കുന്ന കാര്യമല്ല. അത് അങ്ങനെ ഏതെങ്കിലും OT-യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്ത ആ ആളുകളുടെ ഉത്തരവാദിത്തമായിട്ട് വരും. അത് അതിലും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോ അതൊക്കെ ഡോക്ടേഴ്സിന് അറിയാം. ഇത് ആ നിലയിലൊന്നും അല്ല. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. പിന്നെ എളുപ്പം പറയാനുള്ള കാര്യമല്ലേ, വീട്ടിൽ പോയി കണ്ടു, പല പ്രാവശ്യം കണ്ടു, പക്ഷെ ആളെ ഓർമ്മയില്ല, കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മയുണ്ട്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. 17-ലേക്കാണ്. അപ്പൊ അത് UDF കാലത്താണെങ്കിലും LDF കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതില് നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അപ്പോ സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് ഗുരുതരമായ സ്വന്തം ചെയ്ത തൊഴിലിനോടും ചെയ്യുന്ന പ്രവൃത്തിയോടുമുള്ള ഒരു അനാദരവും അല്ലെങ്കിൽ അതിൽ എത്ര നിസ്സാരമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇതിൽ പോലീസിന്റെ അല്ലെങ്കിൽ തന്നെ കേസിലേക്ക് ഇത് പോകും. അതുകൊണ്ട് ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ അത് നൽകപ്പെടും. ഒരു കാര്യം കൂടി, ഒരു മെഡിക്കൽ ബോർഡ് കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ടും ഒരു മെഡിക്കൽ ബോർഡ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെഡിക്കൽ ബോർഡിന്റെ കൂടി സാന്നിധ്യത്തിൽ ആയിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ അതിന്റെ മറ്റ് സർജറി ഉൾപ്പെടെ അത് സ്വകാര്യ ആശുപത്രിക്ക് അത് സംബന്ധിച്ചിട്ടുള്ള കത്ത് നൽകും. ACS കത്ത് നൽകും.